ആടിന് താടിയും സംസ്ഥാനത്തിന് ഗവർണറും വേണ്ടെന്നതാണ് കലൈഞ്ചർ മുത്തുവേൽ കരുണാനിധിയുടെ നിലപാട്. ഇക്കാലം അത്രയും DMK ആവർത്തിച്ച നിലപാടിൽ നിന്ന് പക്ഷേ ഒരടി പിന്നോട്ട് മാറിക്കൊണ്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയാണ് പാർട്ടി അധ്യക്ഷൻ MK സ്റ്റാലിൻ പുറത്തിറക്കിയത്. ആടിനെ താടി ഇല്ലാതാക്കുന്നത് പ്രായോഗികമായി ശരിയല്ലെന്ന് കണ്ടാകണം ഗവർണർ പദവി ഇല്ലാതാക്കുന്നത് അപ്രായോഗികമാണെന്ന് പ്രകടന പത്രികയിൽ പറയുന്നു. മാത്രമല്ല, ഗവർണർ നിയമനത്തിന് അതത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാരുമായി കൂടിയാലോചന വേണമെന്നും പത്രികയിൽ DMK ആവശ്യപ്പെടുന്നുണ്ട്. അതേസമയം ക്രിമിനൽ നടപടികളിൽ നിന്ന് ഗവർണർമാർക്ക് പരിരക്ഷ നൽകുന്ന ഭരണഘടനാ അനുച്ഛേദം ഭേദഗതി ചെയ്യുമെന്നും DMK ഉറപ്പു നൽകുന്നു. ദേശീയ വിദ്യാഭ്യാസ നയവും നീറ്റും തുടങ്ങി പൗരത്വ ഭേദഗതി നിയമവും പൗരത്വ രജിസ്ട്രിയും ഉൾപ്പെടുന്ന BJP നയങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കില്ലെന്ന് ഉറപ്പു നൽകുകയാണ് തമിഴ് ജനതയ്ക്ക് DMK. അധികാരത്തിലെത്തിയാൽ പെട്രോളിന് 75 രൂപയും ഡീസലിന് 65 രൂപയും ഗ്യാസ് സിലിണ്ടറിന് 500 രൂപയുമാക്കി വില കുറയ്ക്കുമെന്നടക്കമുള്ള കാര്യങ്ങളും പ്രകടന പത്രികയെ ജനപ്രിയമാക്കുന്നുണ്ട്. അതേസമയം ശ്രീലങ്കൻ തമിഴർക്ക് പൗരത്വം നൽകൽ, പുതുച്ചേരിക്ക് സംസ്ഥാന പദവി എന്നിങ്ങനെ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ആവർത്തിച്ച വാഗ്ദാനങ്ങൾ ഇക്കുറിയും DMKയുടെ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചു. വിനയുണ്ണി, മാതൃഭൂമി ന്യൂസ്, ചെന്നൈ.